കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പി എച്ച് പിയിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. വേരിയബിൾസ്, അതിന്റെ സ്കോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഡേറ്റ ടൈപ്സ്. ഏതൊക്കെ ഡേറ്റ ടൈപ്സ് ആണ് നമ്മൾ പി എച്ച് പിയിൽ യൂസ് ചെയ്യുന്നത്, അതാണ് അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് നമുക്കറിയാം സ്ട്രിങ്. നമ്മൾ നോർമലി ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രിങ്, ഇൻറ്റീജർ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് തന്നെ നമ്മൾ ഡബിൾ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ദെൻ ബൂളിയൻ ട്രൂ ഓർ ഫോൾസിന് വേണ്ടിയിട്ട്. ഇവിടെ സ്ട്രിങ്ങിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിനുള്ളിലായിരിക്കും സ്ട്രിങ് വേരിയബിൾസ്, സ്ട്രിങ് വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ബൂളിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൂ ഓർ ഫോൾസ് റെപ്രസെന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു സിംഗിൾ വേരിയബിളിന് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് അറേ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും അറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസസ് ആൻഡ് ഓബ്ജക്ട്സ് ഉണ്ട് ഇവിടെയും പി എച്ച് പിയിൽ. ഇപ്പോൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്ത് ഒബ്ജക്ട് ടൈപ്പ് ഡേറ്റ നമുക്ക് റെപ്രസെന്റേഷൻ ഉണ്ട്. ദെൻ നൾ വാല്യൂ ഉണ്ട്. നൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂസ് ഒന്നും തന്നെ വേരിയബിളിൽ അസൈൻ ചെയ്തിട്ടില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ നൾ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ വേറൊരു ടൈപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഇത് ഒരു സ്പെഷ്യൽ ഡേറ്റ ടൈപ്പ് ആണ്. ആക്ച്വലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫങ്ഷൻസിലേക്കും എക്സ്റ്റേണൽ റിസോഴ്സസിലേക്കും ഒക്കെ നമ്മളൊരു റെഫറൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പ് ആണ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡേറ്റാബേസിലേക്ക് ഒരു കോൾ ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ആ ഡേറ്റാബേസിലേക്കുള്ള ഒരു റെഫറൻസ് ആണ്. ആ റെഫറൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്മൾ സിയിലും C++ലും ഒക്കെ പോയിന്റേഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും മെമ്മറിയിലേക്കുള്ള ഒരു റെഫറൻസിനെ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ ഇവിടെ ഫങ്ഷൻസിലേക്കോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിസോഴ്സസിലേക്കോ ഒക്കെ പോയിന്റ് ചെയ്യുന്ന ഒരു ടൈപ്പ്, ആ ഒരു റെഫറൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡേറ്റ ടൈപ്പ് ആണ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് ആണ്. ഇപ്പൊ PHP 7 വേർഷൻ മുതലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പഴയ വേർഷൻസിലൊന്നും തന്നെ ഇത് അധികം ഇല്ല. ഓക്കെ, ഇപ്പം ഒബ്ജക്റ്റ് വരുന്നത് എങ്ങനെയാണ്, അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ തന്നെ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആ ക്ലാസ്സിന് ഒരു പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് കാർ, ഇവിടെ കാർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിനുള്ളിൽ അതിന്റെ ഡേറ്റ ടൈപ്സ്, ഏതൊക്കെ ഡേറ്റ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതെല്ലാം തന്നെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പബ്ലിക് ആയിട്ട് കളർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം വേരിയബിൾസ് എല്ലാം തന്നെ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് $സൈൻ യൂസ് ചെയ്യണം. അപ്പൊ കളറും മോഡലുമാണ് ഇവിടെ പബ്ലിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കൺസ്ട്രക്ടറിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ആ വാല്യൂ വെച്ചിട്ട് ഈ കളറും മോഡലും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നു. അത്രേ ഉള്ളൂ. ദെൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ക്ലാസിന്റെ അകത്ത് തന്നെ ഉള്ള ഒരു ഫംഗ്ഷൻ, ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പബ്ലിക് ആയിട്ട് ഇപ്പൊ ഈ ആക്സസ് സ്പെസിഫയർ പറയണം, ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, ദെൻ ഫംഗ്ഷന്റെ നെയിം യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഏത് ഒബ്ജക്റ്റ് ആണോ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ കളറും മോഡലും റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ആ ഫംഗ്ഷന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ദെൻ അതിനുശേഷം ഇവിടെ നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ക്ലാസ് കാർ എന്ന് പറയുന്ന ക്ലാസ്, അപ്പോൾ ന്യൂ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് നമുക്കൊരു വേരിയബിൾ ആണ്, അതുകൊണ്ട് $mycar എന്നെടുത്തിരിക്കുന്നു. ദെൻ ഈക്വൽ ടു ന്യൂ കാർ ഓഫ് ബ്ലാക്ക് വോൾവോ. ഓക്കെ, ഇവിടെ നമ്മൾ കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്യാനുള്ള വാല്യൂസ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബ്ലാക്കും എന്നുള്ളത് ഇവിടെ കളറിലും, വോൾവോ എന്നുള്ളത് ഇവിടെ ഈ മോഡലിലേക്കും ഇനിഷ്യലൈസ് ആവും. ദെൻ ആ വാല്യൂസ് ആണ് ഈ mycar എന്ന് പറയും. ഇപ്പൊ ദിസ് എന്ന് പറയുന്ന ആ കീവേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് കീവേഡ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് ഒബ്ജക്റ്റ് ആണോ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ദിസ് എന്ന് പറയുന്ന കീവേഡ്. അപ്പോൾ ഇവിടെ ഇപ്പൊ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത് ആരാണ്? mycar എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റ് ആണ് ഇതിനെ കോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് mycar എന്നുള്ളതാണ്. സോ ദിസ് ബിലോങ്സ് ടു mycar. mycarന്റെ കളറ് ഇവിടുന്ന് പാസ് ചെയ്ത ബ്ലാക്ക് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. അതുപോലെ
അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് വോൾവോ എന്നുള്ള മോഡൽ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും. ഓക്കെ, ദെൻ അതിനുശേഷം ഇവിടെ ജസ്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ക്ലാസ് നെയിം, ദെൻ ഹൈഫൺ ഗ്രേറ്റർ ദാൻ ആരോ മാർക്ക് വെച്ചിട്ട്. ഓക്കെ, ദെൻ ആ ഫംഗ്ഷന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ദെൻ ഇവിടെ അപ്പം പുതുതായിട്ട് ഒരു ഫംഗ്ഷൻ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനെ വെച്ചിട്ട് മെസ്സേജ് എന്ന് പറയുന്ന ഇത് കോൾ ചെയ്തു. ദെൻ രണ്ടാമത് വീണ്ടും വേറൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സെയിം പേരിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അടുത്ത് വീണ്ടും ഈ മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് പുതിയ വാല്യൂസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മെസ്സേജ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് നമുക്ക് പ്രിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ ക്ലാസ്സും ഒബ്ജക്ട്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ഡേറ്റ ടൈപ്സ് ആണ് നമുക്ക് ഓൾറെഡി PHP സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. ഒരുപാട് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് കുറച്ച് ഫങ്ഷൻസ് മാത്രമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. var dump എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ആക്ച്വലി നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒരു വേരിയബിൾ, നമ്മൾ ഈ ഇതിനകത്ത് ആർഗ്യുമെന്റ് ആയിട്ട് ഒരു വേരിയബിൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ എന്ത് ഡേറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആണെന്നും അതിന്റെ വാല്യൂ എന്താണ് എന്നുള്ളതും റിട്ടേൺ ചെയ്ത് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് var dump എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ദെൻ strlen, ഇത് നമുക്കറിയാവുന്ന ആ സെയിം സ്ട്രിംഗ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ദെൻ അതുപോലെ അഡീഷണലി ഇതിനകത്തുള്ളതാണ് str_word_count. നമ്മളൊരു സ്ട്രിങ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര വേർഡ്സ് ഉണ്ട് എന്നുള്ളതിന്റെ കൗണ്ട് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് str_word_count. ദെൻ അതുപോലെ strrev ഉണ്ട്, റിവേഴ്സ് സ്ട്രിങ്, നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് strrev. ദെൻ strpos ഉണ്ട്, അതായത് ഒരു സ്ട്രിങ്ങിനകത്ത് ഒരു സ്പെസിഫിക് സബ് സ്ട്രിങ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് strpos യൂസ് ചെയ്യുന്നത്. സബ് സ്ട്രിങ് ഉണ്ട് എങ്കിൽ അത് ഏത് പൊസിഷനിലാണ് ഉള്ളത് എന്നുള്ളത് ആ ഒരു പൊസിഷൻ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. അതല്ല, സബ്സ്ട്രിങ് പ്രസന്റ് അല്ല എങ്കിൽ 0 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ദെൻ str റീപ്ലേസ് ഉണ്ട്. str റീപ്ലേസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ക്യാരക്ടറിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറൊരു ക്യാരക്ടറാക്കി മാറ്റാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് str റീപ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി അതുപോലെ തന്നെ ഇൻറ്റീജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഉള്ള കുറച്ച് ഫങ്ഷൻസ് ആണ്. ഈസ് ഇൻറ്റ്, ഈസ് ഇൻറ്റീജർ, ഈസ് ലോങ്, ഇങ്ങനെ 3 ഫങ്ഷൻസ് ഉണ്ട്. ഈ 3 ഫങ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിന്റെ ടൈപ്പ് ഇൻറ്റീജർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇൻറ്റീജർ വേരിയബിൾ ആണെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ദെൻ അതുപോലെ തന്നെ ഫ്ലോട്ട് വേരിയബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈസ് ഫ്ലോട്ട്, ഈസ് ഡബിൾ എന്ന് പറയുന്ന 2 ഫങ്ഷൻസ് യൂസ് ചെയ്യാം. പിന്നെ വേരിയബിളിൽ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഈസ് ഫൈനൈറ്റ്, ഈസ് ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഫങ്ഷൻസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ NaN എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതായത് നോട്ട് എ നമ്പർ, നമ്പർ അല്ല ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു റെപ്രസെന്റേഷൻ വാല്യൂ ആണ് NaN എന്ന് പറയുന്നത്, നോട്ട് എ നമ്പർ. ദെൻ അതുപോലെ തന്നെ നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രീ ഡിഫൈൻഡ് കോൺസ്റ്റൻസ് PHPയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് PHP_int_max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PHPയിൽ സപ്പോർട്ട് ചെയ്യുന്ന ലാർജസ്റ്റ് ഇൻറ്റീജർ ഏതാണോ ആ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് PHP_int_max എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും സ്മോളസ്റ്റ് ഇൻറ്റീജർ സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണോ അതാണ് മിൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ PHP_int_size എന്ന് പറയുന്നത് ഇൻറ്റിജർ, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇൻറ്റിജറിന്റെ സൈസ്, അതിന്റെ ബൈറ്റ്സിൽ എത്ര ബൈറ്റ്സ് ആണ് ഇത് സ്റ്റോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സൈസാണ് PHP_int_size എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ കുറെ കോൺസ്റ്റന്റ്സും നമുക്ക് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി ഓപ്പറേറ്റേഴ്സിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറയുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ്, കമ്പാരിസൺ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, ലോജിക്കൽ, സ്ട്രിങ്, അറേ, കണ്ടീഷണൽ അസൈൻമെന്റ്. ഇതെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടും കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അത് സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ അഡീഷൻ സബ്ട്രാക്ഷൻ പോലെയുള്ള ഓപ്പറേഷൻസ് ഒക്കെയാണ് വരുന്നത്. അസൈൻമെന്റ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോഴത്തേനും ജസ്റ്റ് വൈയുടെ വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്യുന്നു. അതേസമയം എക്സ് പ്ലസ് ഈക്വൽ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൽ ഓൾറെഡി ഉള്ള വാല്യൂവിന്റെ കൂടെ വൈ ആഡ് ചെയ്തതിന് ശേഷം അതിനെ എക്സിലേക്ക് അസൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. ദെൻ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, അത് നമുക്കറിയാം ലോജിക്കൽ കമ്പാരിസൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ലെസ് ദാൻ, ഈക്വൽ, ഗ്രേറ്റർ ദാൻ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക്. ദെൻ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അത് തന്നെ പ്രീ ഇൻക്രിമെന്റും ഉണ്ട്, പോസ്റ്റ് ഇൻക്രിമെന്റും ഉണ്ട്. അതുപോലെ പ്രീ ഡിക്രിമെന്റും ഉണ്ട്, പോസ്റ്റ് ഡിക്രിമെന്റും ഉണ്ട്. അപ്പൊ നമ്മൾ വേരിയബിൾസ് ലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഡോളർ സൈൻ വെച്ചിട്ട് ഈ വേരിയബിൾ നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാം തന്നെ ഡോളർ സൈൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സോ പ്ലസ് പ്ലസ് ഡോളർ എക്സ് എന്ന് പറയുമ്പോഴത്തേനും എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂവിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അത് പ്രീ ഇൻക്രിമെന്റ് ചെയ്യുന്നു. രണ്ടാമത്തേതാണെങ്കിൽ പോസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യുന്നു. അതേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആൻഡ്, ഓർ, എക്സ് ഓർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നമ്മൾ ഒന്നിലധികം എക്സ്പ്രഷൻസിനെ കണക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സ്ട്രിങ് ഓപ്പറേറ്ററിൽ നമ്മൾ ഡോട്ട് ആണ് യൂസ് ചെയ്യുന്നത്. കൺകാറ്റിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഡോട്ട് ഓപ്പറേറ്റർ. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 2 സ്ട്രിങ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ സ്ട്രിങ് വേരിയബിൾസിന്റെ വാല്യൂസിനെ നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ $txt1 $txt2 എന്ന് പറയുമ്പോഴത്തേനും ഈ txt1ലേക്ക് txt2ന്റെ കണ്ടന്റിനെ കൂടി കൺകാറ്റിനേറ്റ് ചെയ്ത് എടുക്കുന്നു. ഇതാണ് കൺകാറ്റിനേഷൻ. ഇനി അതുപോലെ തന്നെ അതിൽ ഡോട്ട് ഈക്വൽ എന്ന് പറയുന്ന കൺകാറ്റിനേഷൻ അസൈൻമെന്റ് ഓപ്പറേറ്ററും കൂടി വരുന്നുണ്ട്. സോ അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഡോട്ട് ഈക്വൽ കൊടുക്കുമ്പോൾ ഈ txt1ലേക്ക് txt1ന്റെ കൂടെ txt2 കൂടെ ആഡ് ചെയ്തിട്ട് ആ വാല്യൂ ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആക്ച്വലി സ്റ്റോറിംഗ് ഒന്നും നടക്കുന്നില്ല. നമ്മൾ പ്രിന്റിങ് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് txt1 കഴിഞ്ഞാൽ ഉടനെ തന്നെ txt2ന്റെ വാല്യൂ കൂടി ചേർത്ത് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെയാണ് അസൈൻമെന്റും കൂടി ചേർന്ന് നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 2 സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് ആണ് PHP ഉള്ളത്. ദെൻ അതുപോലെ തന്നെ അറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അറേ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും യൂണിയൻ, ഇക്വാലിറ്റി, ഐഡന്റിറ്റി ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് അറേ ഓപ്പറേറ്റേഴ്സ്. ഇത് നമ്മൾ ശരിക്കും അറേസ് തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അപ്പം പ്ലസ് ആണെങ്കിൽ യൂണിയൻ ആണ്. അപ്പോൾ $x $y 2 അറേ ഓപ്പറാൻഡ്സ് ആണ് എങ്കിൽ പ്ലസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്നത് യൂണിയൻ ആയിരിക്കും. അപ്പോൾ അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെയും വൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ അറേസിന്റെ യൂണിയൻ ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. ദെൻ അതുപോലെ ഈക്വാലിറ്റി ഉണ്ട്. രണ്ടും സെയിം കീ ഓർ വാല്യൂ പെയർസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഈക്വാലിറ്റി ട്രൂ റിട്ടേൺ ചെയ്യും. അതുപോലെ ഐഡന്റിറ്റി ഉണ്ട്. ഐഡന്റിറ്റി എന്ന് പറയുമ്പോഴത്തേനും സെയിം കീ വാല്യൂസ് പെയർ ഇൻ ദ സെയിം ഓർഡർ ഓഫ് ദി സെയിം ടൈപ്പ്, ഇങ്ങനെയാണ് എങ്കിലാണ് അതിനെ ഐഡന്റിറ്റി പറയുന്നത്. അതുപോലെ ഇൻഇക്വാലിറ്റി, ദെൻ നോൺ ഐഡന്റിറ്റി, ഇതെല്ലാം തന്നെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അറേ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ ടേണറി ഓപ്പറേറ്ററും ഉണ്ട്, നൾ കോയലിസിങ് ഓപ്പറേറ്ററും ഉണ്ട്. ഇപ്പം ടേണറി ഓപ്പറേറ്റർ ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ള ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ വരുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ $x = expr1 ക്വസ്റ്റ്യൻ മാർക്ക് expr2 എക്സ്പ്രഷൻ 2 എക്സ്പ്രഷൻ 3 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പൊ ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താണ്, എക്സ്പ്രഷൻ 1നെ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 എക്സിലേക്ക് അസൈൻ ചെയ്യും. അതല്ല എങ്കിൽ എക്സ്പ്രഷൻ 3നെ എക്സിലേക്ക് അസൈൻ ചെയ്യും. ഇതിനകത്ത് പുതിയൊരു ഓപ്പറേറ്റർ ആണ് നൾ കോയലൈസിങ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. 2 ക്വസ്റ്റ്യൻ മാർക്ക്. $x = എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്പ്രഷൻ 2. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ദ വാല്യൂ ഓഫ് ആക്ച്വലി ഇത് ഫുള്ളായിട്ട് നമുക്ക് എക്സിലേക്കാണ് ഒരു വാല്യൂ കിട്ടുന്നത്. ആ വാല്യൂ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് $x ഈസ് എക്സ്പ്രഷൻ 1 ഇഫ് എക്സ്പ്രഷൻ 1 exists ആൻഡ് ഈസ് നോട്ട് നൾ. ഓക്കെ, എക്സ്പ്രഷൻ 1 ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നൾ അല്ല എങ്കിൽ
നേരെ എക്സിന് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ 1ന്റെ വാല്യൂ ആയിരിക്കും. അതേസമയം ഇപ്പൊ എക്സ്പ്രഷൻ 1 ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് നള്ളാണ് എങ്കിൽ എക്സിലേക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സ്പ്രഷൻ 2ലെ വാല്യൂ ആയിരിക്കും. ഇത് PHP 7 മുതലുള്ള വേർഷൻസിലാണ് ഈ ഒരു പുതിയ ഓപ്പറേറ്റർ അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പൊ അത്രയാണ് ഓപ്പറേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഇനി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് നമ്മൾ ഇഫ് എൽസ്, എൽസ് വരുന്നുണ്ട്. ദെൻ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം എന്തിനാണെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന സെയിം അതേ യൂസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. സിൻടാക്സും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു വേരിയബിൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞിട്ട്, അതിലേക്ക് റെഡ് അസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സ്വിച്ചിലേക്ക് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഓരോരോ കേസസ് പറഞ്ഞിട്ടുണ്ട്. കേസ് റെഡ് ആണെങ്കിൽ യുവർ ഫേവറേറ്റ് കളർ ഈസ് റെഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ബ്ലൂ ആണെങ്കിൽ യുവർ ഫേവറേറ്റ് കളർ ഈസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ഡീഫോൾട്ട് ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഡീഫോൾട്ട് ഓപ്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ഫേവറേറ്റ് കളർ ഈസ് നെയ്തർ റെഡ്, ബ്ലൂ ഓർ നോർ ഗ്രീൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇപ്പം ഈ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നമ്മളിപ്പോ ഫേവറേറ്റ് കളർ അപ്ലൈ ചെയ്തിരിക്കുന്നത് റെഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? യുവർ ഫേവറേറ്റ് കളർ ഈസ് റെഡ് എന്നുള്ളതായിരിക്കും. കാരണം ഇത് ഈ ഒരു കേസിലേക്കായിരിക്കും പ്രോംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് PHPയിലും സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ദെൻ അതുപോലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്, ഫോർ ഈച്ച് ഉണ്ട്. ഓക്കെ, ഇത് മൂന്നും നമുക്ക് നല്ലപോലെ ഫെമിലിയർ ആണ്. ഈ ഫോർ ഈച്ച് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് എലമെന്റിനകത്ത് നിന്ന് ഓരോരോ എലമെന്റ് ആയിട്ട് എടുത്തിട്ട് അതിനകത്ത് ലൂപ്പിംഗ് ചെയ്യുന്നതിനെയാണ് ഫോർ ഈച്ച് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതേ കാര്യം ചെയ്യാൻ പറ്റും. കാരണം ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടാണ് അവിടെ വരുന്നത്. ഇവിടെ ഫോർ ഈച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇൻഡെക്സ് ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതെല്ലാം PHPയിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇൻഡെക്സിൽ നിന്ന് ഓരോരോ എലമെന്റ്സ് ആയിട്ട് എടുത്ത് പ്രോസസ്സിങ് ചെയ്യുന്ന രീതിയാണ് ഫോർ ഈച്ച് എന്ന് പറയുന്ന ആ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നതെന്ന് മാത്രം. അത് മാത്രമേ ഉള്ളൂ ഫോറും ഫോർ ഈച്ചും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സോ ഫോർ ഈച്ച് സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ ഇതാണ്. ഇപ്പൊ നമ്മൾ ഒരു അറേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കളേഴ്സ് എന്ന് പറഞ്ഞ ഒരു അറേ ഡിഫൈൻഡ് ആണ്. അപ്പൊ അതിനകത്ത് റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ എന്ന് പറഞ്ഞ 4 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഓരോ ഐറ്റംസ് ആയിട്ട് എടുത്തിട്ട് എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർ ഈച്ച് എന്നുള്ള ഈ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഇപ്പൊ ഫോർ ഈച്ചിനകത്ത് കളേഴ്സ് നമ്മൾ ഏതിന്റെ വാല്യൂസ് ആണോ നമുക്ക് എടുക്കാനുള്ളത് ആ അറേ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം. സോ $കളേഴ്സ് ആസ് $വാല്യൂ. അപ്പൊ ഇതിനകത്തുനിന്ന് ഓരോ എലമെന്റും വാല്യൂ എന്നുള്ള ഇതിലേക്കാണ് എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വാല്യൂ നേരെ ഈ വാല്യൂയിലേക്ക് വരുന്നു. എക്കോ $വാല്യൂ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന നമുക്ക് പ്രിന്റ് ആയി വരുന്നത് റെഡ് എന്നുള്ള ആ ഒരു വാല്യൂ ആയിരിക്കും. ദെൻ അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അതിനകത്തുള്ള ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്ത് അടുത്ത ഗ്രീനിനെ പോയിന്റ് ചെയ്യും. ആ ഗ്രീൻ ആയിരിക്കും ഈ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത് വരുന്നത് ഗ്രീൻ എന്നുള്ള വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അതുപോലെ ബ്ലൂ, യെല്ലോ. ഇങ്ങനെ നമുക്കിപ്പം ഇതിന്റെ സൈസ് ഒന്നും തന്നെ നമ്മൾ നേരത്തെ അറിയേണ്ട കാര്യമില്ല. നമ്മൾ ഫോർ ഈച്ച് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി എടുത്തിട്ട് അതിനകത്തുള്ള ഓരോ എലമെന്റ്സിനെയും അത് ട്രാവേഴ്സ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഫോർ ഈച്ച് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത. ദെൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ബേസ്ഡ് ഓൺ ഏതെങ്കിലും കണ്ടീഷനെ ബേസ് ചെയ്തോ എന്തെങ്കിലും ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ എക്സിനെ 0 to 10 വരെ whenever x becomes 4 we have to break from this for loop. That's the purpose. Okay, so നമുക്ക് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് the number is എന്ന് പറഞ്ഞിട്ട് എക്സിനെ പ്രിന്റ് ചെയ്യുവാണ്. So first time whenever it is 0 will be printed. This number is 0 will be printed. Then 1 will be printed, 2, 3. So whenever it becomes 4 it will break from this for loop, right? So after that
നത്തിങ് വിൽ ബി പ്രിന്റഡ്. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. പക്ഷേ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് വന്നു കഴിഞ്ഞാൽ നേരെ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ വീണ്ടും ഇതിന്റെ താഴേക്ക് വരുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐട്രേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 4 ആവുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ആവും. ദാറ്റ് മീൻസ് ദ വാല്യൂ 4 വിൽ നോട്ട് ബി പ്രിന്റഡ്. റിമൈനിങ് ഓൾ ദ വാല്യൂസ് വിൽ ബി പ്രിന്റഡ് അപ് ടു 9. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ദെൻ അറേസ് ഡേറ്റ ടൈപ്പ്. അറേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ വേരിയബിളിൽ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ അറേസ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് PHP-യിൽ 3 ടൈപ്പ് ഓഫ് അറേസ് ആണ് ഉള്ളത്. ഇൻഡെക്സ്ഡ് അറേസ് ഉണ്ട്, അസോസിയേറ്റീവ് അറേസ് ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അറേസ് ഉണ്ട്. ഇൻഡെക്സ്ഡ് അറേസ് എന്ന് പറയുമ്പോഴത്തേനും ന്യൂമറിക് ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്ത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അറേസ് ആണ് ഇൻഡെക്സ്ഡ് അറേസ് എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് അറേസ് എന്ന് പറയുമ്പോഴത്തേനും അറേസ് വിത്ത് നെയിംഡ് കീസ്, നമ്മൾ അതായത് കീ വാല്യൂ പെയേഴ്സ് അസൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന അറേസ് ആണ് അസോസിയേറ്റീവ് അറേസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ മൾട്ടി ഡയമെൻഷണൽ അറേസ് ഉണ്ട്. ഒന്നിലധികം അറേസ് ചേർത്ത് നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേസ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് അറേസിനെയാണ് PHP സപ്പോർട്ട് ചെയ്യുന്നത്: ഇൻഡെക്സ്ഡ്, അസോസിയേറ്റീവ്, മൾട്ടി ഡയമെൻഷണൽ. സോ ഇൻഡെക്സ്ഡ് അറേസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് 2 രീതിയിൽ ഇൻഡെക്സ്ഡ് അറേസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ നോർമൽ അറേ, ഓക്കെ, 2 രീതിയിൽ ഇൻഡെക്സ്ഡ് അറേസ് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന്, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് അറേ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇൻഡെക്സ് ഓട്ടോമാറ്റിക്കലായിട്ട് പോകും. നമ്മൾ ഇവിടെ ജസ്റ്റ് വാല്യൂസ് മാത്രമാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. സോ അപ്പം $cars ഈക്വൽ ടു അറേ ഓഫ് വോൾവോ, BMW, ടൊയോട്ട എന്ന് പറയുന്നു. നമ്മളിവിടെ 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ this will automatically calculate the index. So 0, 1, 2. അങ്ങനെ 0, 1, 2 എന്ന് പറഞ്ഞ് 3 ഇൻഡെക്സിലേക്ക് കാർസ് എന്ന് പറയുന്ന ആ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് കാർസ് ഓഫ് 0യിലേക്ക് വോൾവോ വരും, കാർസ് ഓഫ് 1ലേക്ക് BMW, കാർസ് ഓഫ് 2ലേക്ക് ടൊയോട്ടോ. ഇങ്ങനെയായിരിക്കും ഈ ഒരു അറേ അസൈൻമെന്റ് നടക്കുന്നത്. അതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഇൻഡെക്സ്ഡ് അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് ദ ഇൻഡെക്സ് വി ക്യാൻ അസൈൻ ഇറ്റ് മാനുവലി ഇൻഡെക്സും കൂടി സ്പെസിഫൈ ചെയ്ത് വി ക്യാൻ അസൈൻ ദ വാല്യൂസ്. സോ $cars of 0 ഈക്വൽ ടു വോൾവോ, cars of 1 ഈക്വൽ ടു BMW, cars of 2 ഈക്വൽ ടു ടൊയോട്ടോ. ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്രിയേഷൻ. ഓക്കെ, ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഇൻഡെക്സ്ഡ് അറേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് അതിന്റെ കോഡാണ്, എക്സാമ്പിൾ കോഡാണ്. ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് അറേ ഓൾറെഡി നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊടുത്തിരിക്കുന്നു. ദെൻ ആ അറേയുടെ ലെങ്ത് നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറേയുടെ ലെങ്ത് നമുക്ക് കിട്ടും. അപ്പൊ ഇതിനകത്ത് എത്ര വാല്യൂസ് ഉണ്ട് എന്നുള്ളത്, ഇപ്പൊ ഇവിടെ 3 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ എക്സ് 0 മുതൽ 3 ആവുന്നത് വരെ ട്രാവേഴ്സ് ചെയ്തിട്ട് അതിനെ പ്രിന്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡെക്സ്ഡ് അറേസ്. ദെൻ അടുത്തത് അസോസിയേറ്റീവ് അറേസ് ആണ്. അസോസിയേറ്റീവ് അറേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നെയിംഡ് കീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ ഇതിലേക്കും ഓരോ വാല്യൂ എന്ന് പറയുന്നത് അതിനൊരു നെയിം ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും. ഓക്കെ, നെയിം അല്ലെങ്കിൽ കീ എന്ന് പറയാം. നെയിം കീ ആ ഒരു പെയർ, ഓക്കെ, കീ വാല്യൂ പെയർ ആയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഇവിടെ പീറ്റർ, ഇവിടെ ഈക്വൽ, ഗ്രേറ്ററും ഈ ഒരു സിമ്പല് ആണ് നമ്മൾ ഈ അസൈൻമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ ബെൻ 37, ജോ 43. അപ്പൊ ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഡബിൾ കോഡ്സിനുള്ളിലാണ് ഈ വാല്യൂസ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡെക്സ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ കൊടുത്തിരിക്കുന്ന നെയിംസ് ആണ്. പീറ്റർ, ബെന്ന്, ജോ എന്നൊക്കെയുള്ള ഈ നെയിംസ് ആണ് ഇവിടെ ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. മറ്റേ നേരത്തെ പറഞ്ഞ ഇൻഡെക്സ്ഡ് അറേക്കകത്താണെങ്കിൽ 0, 1, 2, 3 എന്നുള്ള ഇൻഡെക്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് നെയിം ആണോ കൊടുക്കുന്നത് ആ നെയിം ആയിരിക്കും ഇൻഡെക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ ഇൻഡെക്സ് വെച്ച് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ രീതിയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. $age of Peter. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് സിംഗിൾ കോഡ്സിലായിരിക്കും ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നത് ഡബിൾ കോഡ്സിനകത്തായിരിക്കും.
ഓക്കെ. സോ അപ്പം ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അതുപോലെ സെയിം ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫോർ ഈച്ച് എന്ന് പറയുന്ന ആ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് അതിൽ ഓരോരുത്തരുടെയും ഓരോ വാല്യൂസ് എടുക്കുവാണ്. എക്സ് ഗീവ്സ് എക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ഇൻഡെക്സും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് എടുക്കുന്നു. ദെൻ അതിനെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അതിന്റെ കീ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ വാല്യൂ എന്താണ് എന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ഇവിടെ എക്സ് അണ്ടർസ്കോർ വാല്യൂ ആണ്, സോറി ഇത് എക്സ് ആണ്, ഇത് $x ആണ്. ഇവിടെ വരേണ്ടത് എക്സ് അണ്ടർസ്കോർ വാല്യൂ എന്നാണ്. അപ്പൊ ഇവിടെ എങ്കിലല്ലേ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എക്സ് അണ്ടർസ്കോർ വാല്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, അതൊന്ന് തിരുത്തിയേക്കണം, ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. എക്സ് അണ്ടർസ്കോർ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അസോസിയേറ്റീവ് അറേസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ മൂന്നാമത്തെ ടൈപ്പ് അറേയാണ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൾട്ടി ഡയമെൻഷണൽ അറേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു സ്റ്റോക്ക് ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ നമുക്ക് കുറച്ച് വെഹിക്കിൾസിന്റെ ഇതുണ്ട്. ആ വെഹിക്കിൾ നെയിംസിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര സോൾഡ് ആണ്, എത്ര സെല്ല് നടന്നു എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അറേസിനെയാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. സോ അപ്പൊ ഇവിടെ നമുക്ക് ടേബിൾ ഡേറ്റ, ഈ ഒരു ടേബിൾ ഡേറ്റയെ നമുക്ക് 2 ഡയമെൻഷണൽ അറേ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേസ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ ഒരേ അറേക്കകത്ത് വീണ്ടും ഓരോന്നും ഓരോ അറേ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു കോമൺ അറേ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനുള്ളിൽ ഈ ഓരോ ടേബിളിന്റെ ഓരോ റോയും ഓരോ സെപ്പറേറ്റ് അറേസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഓരോ അറേയിലും ഈ ഓരോ റോയിൽ വരുന്ന വാല്യൂസ്, ഓക്കെ, അപ്പൊ ആദ്യത്തെ റോയില് വോൾവോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 22, ദെൻ 18, അതാണ് ആദ്യത്തെ അറേയുടെ വാല്യൂ ആയിട്ട് വന്നേക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, അങ്ങനെ ഓരോ റോയും ഇതിനുള്ളിൽ ഓരോ അറേ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എത്ര ഇത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ ദ 2-dimensional $cars array contain 4 arrays. ഇവിടെ ആക്ച്വലി 4 arrays ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ 4 റോസ് ആണ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഹാസ് 2 indices. 2 indices വെച്ചാണ് ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്, റോയും കോളവും. To get access to the elements of the $cars array, we must point to the 2 indices, row and column. Row and column സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ ലൂപ്പിനകത്ത് റോ എടുത്തു, റോ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് എടുത്തു. റോ 0 മുതൽ 4 വരെ പോകുന്നുണ്ട്, കോളം 0 മുതൽ 3 വരെ പോകുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്കതിനെ പ്രിന്റ് ചെയ്യിപ്പിച്ച് കാണിക്കാൻ പറ്റും. സോ $cards ഓഫ് $row $column എന്ന് പറയുമ്പോഴത്തേനും, അതായത് 0 ആണെങ്കിൽ 0 ആ ഒരു ഇൻഡെക്സിൽ വരുന്ന കാർഡ്സിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്കിവിടെ പ്രിന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ അറേയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിനെ റോ ആൻഡ് കോളം വൈസ് ആക്സസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ തവണയും ആക്സസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് കിട്ടുന്നത്. സോ അപ്പം റോ നമ്പർ 0, ആദ്യം റോ നമ്പർ 0യിലേക്ക് കയറി അതിൻ്റെ ഉള്ളിൽ നമ്മൾ റോ ഓഫ് കാർസ് ഓഫ് 0 ആയിരിക്കുമല്ലോ ആദ്യം. കാർസ് ഓഫ് 0 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് വോൾവോ എന്നുള്ള ഈ ഒരു വാല്യൂ ആണ്. ഓക്കെ, വോൾവോ എന്നുള്ള വാല്യൂ. ദെൻ അഗെയിൻ കോളം ഇവിടെ ഇൻക്രിമെന്റ് ആവും. കോളം ഇൻക്രിമെന്റ് ആവുന്ന സമയത്ത് 0 ആയി മാറും. 0 ആവുന്ന സമയത്ത് ഈ 22 എന്നുള്ള വാല്യൂ ആയിരിക്കും ആക്സസ് ആവുന്നത്. അഗെയിൻ കോളം 2 ആയിട്ട് മാറുന്നു. സോ 02 18 എന്നുള്ള വാല്യൂ. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഓരോ റോയിലും നമുക്ക് ഓരോ കോളം സെപ്പറേറ്റ് ചെയ്ത് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഈ റോ ആൻഡ് കോളം ഇൻഡെക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേസ് ക്രിയേറ്റ് ചെയ്യുകയും യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ദെൻ ഇനി അതുപോലെ ഫങ്ഷൻസ്, PHP നമ്മൾ
യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഫങ്ഷൻസ് അറിയാം. രണ്ട് ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട് നോർമലി. ബിൽറ്റ് ഇൻ ഫങ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് ലൈബ്രറി ഫങ്ഷൻസ് അവൈലബിൾ ആയിട്ട്, നമ്മൾ നേരത്തെ കുറെ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് കണ്ടു, അതുപോലെയുള്ള ഫങ്ഷൻസ് ആണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ദെൻ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. സോ ഇവിടെ നമ്മൾ ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവുന്ന ഫങ്ഷൻ അല്ല. അത് നമ്മൾ തന്നെ ഫങ്ഷനിലേക്ക് കോള് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫങ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫങ്ഷൻ എന്നുള്ള ഒരു കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഫങ്ഷൻ എന്നുള്ള കീവേഡ്, ദെൻ ആ ഫങ്ഷൻ എന്താണോ പേര് കൊടുക്കുന്നത് അതിന്റെ കേർലി ബ്രേസസിനുള്ളിൽ നമുക്ക് എന്താണോ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ആ കോഡ്, ഇങ്ങനെയാണ് അതിന്റെ സിൻടാക്സ് വരുന്നത്. സോ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫങ്ഷൻ റൈറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നു. സോ ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്താൽ മാത്രം പോരാ, വി ഹാവ് ടു കോൾ ദാറ്റ് ഫങ്ഷൻ ടു എക്സിക്യൂട്ട്. ഓക്കെ, സോ റൈറ്റ് മെസ്സേജ്, ദിസ് ഇസ് ദ കോൾ ടു ദ ഫങ്ഷൻ. So whenever this call makes this function will be executed and will print the string hello world. Okay. So ഇത് വേറൊരു എക്സാമ്പിൾ ആണ് വിത്ത് പാരാമീറ്റർ പാസിംഗ്. നേരത്തെ പറഞ്ഞത് പാരാമീറ്റർ ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇവിടെ വിത്ത് പാരാമീറ്റർ പാസ് ചെയ്യുന്നു. സോ അപ്പോൾ ഇവിടെ ഫാമിലി നെയിം ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് 3 ഫംഗ്ഷൻ കോൾസ് ആണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടേക്ക് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ആ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അത്രയാണ് ഈ ഫംഗ്ഷനകത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ തൽക്കാലം ഉൾപ്പെടുത്തിയിരിക്കുന്നത്.